Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ഫോർമേഷൻ ഓഫ് ഫസി റൂൾസ്, ഡീകമ്പോസിഷൻ ഓഫ് റൂൾസ്, അഗ്രിഗേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഫസി ഇൻഫറൻസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോർമേഷൻ ഓഫ് ഫസി റൂൾസ്. The general way of representing human knowledge is by forming natural language expression given by ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത് if, antecedent, then, consequent. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ശരിക്കും if, then, rule based form എന്ന് പറയുന്നത്. ഇവിടെ antecedent അതുപോലെ consequent. അപ്പോൾ ഈ consequent എന്നുള്ളത് കൺക്ലൂഷൻ എന്ന് പറയാം. അതായത് if ഒരു കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ then ആ ഒരു റിസൾട്ട് അല്ലേ, അതായത് ഒരു കൺക്ലൂഷൻ ആണ് അല്ലേ. if ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ then അതിന്റെ റിസൾട്ട് അതിന്റെ കൺക്ലൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇവിടെ ആൻസിഡന്റ് അതുപോലെ കൺസീക്വന്റ് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്? പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, അതായത് രണ്ട് പ്രപ്പോസിഷൻസ് തമ്മിലുള്ള റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂൾസ് യൂസ് ചെയ്യുന്നത്, ഇഫ് ദെൻ റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് എക്സ് ഈസ് എ ദെൻ വൈ ഈസ് ബി. ഇഫ് എക്സ് ഈസ് എ ദെൻ വൈ ഈസ് ബി. അപ്പൊ ഇവിടെ എക്സ് ഈസ് എ അതെന്താ? ആൻസിഡന്റ് ആണ് അല്ലെ. വൈ ഈസ് ബി എന്ന് പറയുന്നതാണ് കൺക്ലൂഷൻ അല്ലെങ്കിൽ കൺസീക്വന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഫസി സെറ്റ് ആണ്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് ഫസി സെറ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? ആ സെറ്റിൽ വരുന്ന എലമെന്റ്സ് ആണ് അല്ലെ. അപ്പോൾ എക്സ് ഈസ് എ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണ്, വൈ ഈസ് ബി എന്ന് പറയുന്നത് വേറൊരു പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, രണ്ട് പ്രപ്പോസിഷൻ തമ്മിലുള്ള റിലേഷൻ കാണിക്കാനാണ് ഈ ഒരു ഇഫ് ദെൻ റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഇഷ്ടം പോലെ ഫസി റൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് മെഷീന് നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഫസി റൂൾസ് യൂസ് ചെയ്തിട്ടാണ് അത് പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് ഒരു ഫസി റൂൾ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. സോ the above expression is referred to as an if-then rule-based form. There are three general forms that exist for any linguistic variable. They are first വരുന്നത് assignment statements ആണ്, പിന്നെ വരുന്നത് conditional statements, then unconditional statements. Okay, അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതായത് അതിലെ വേരിയബിൾസ്, ഓക്കെ, ലിംഗ്വിസ്റ്റിക് വേരിയബിൾസിലേക്ക് എന്ത് ചെയ്യുന്നു? വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു സ്മോൾ. അപ്പോൾ വൈ എന്ന് പറയുന്നതാണ് വേരിയബിൾ, ആ വേരിയബിളിലേക്ക് സ്മോൾ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഓറഞ്ച് കളർ ഈക്വൽ ടു ഓറഞ്ച്. അപ്പോൾ ഓറഞ്ച് കളർ എന്നുള്ള ആ ഒരു വേരിയബിളിലേക്ക് ഓറഞ്ച് എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ എ ഈക്വൽ ടു 5, എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനെയാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദി സ്റ്റേറ്റ്മെന്റ് യൂട്ടിലൈസ്, അതായത് ആ അസൈൻമെന്റ് ആ ഒരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഫോർ അസൈൻമെന്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇഫ് ദെൻ റൂൾ, ഓക്കെ, ഇഫ് ദെൻ റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ഇഫ് ദെൻ റൂൾ ബേസ്ഡ് ഫോം. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇഫ് വൈ ഈസ് വെരി കൂൾ ദെൻ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് പ്രപ്പോസിഷൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈ ഈസ് വെരി കൂൾ അതാണ് കണ്ടീഷൻ വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു കൺക്ലൂഷൻ ദെൻ സ്റ്റോപ്പ്. ഓക്കെ, ഇനി ഇഫ് എ ഈസ് ഹൈ അങ്ങനെയാണെങ്കിൽ ദെൻ ബി ഈസ് ലോ, അല്ലെങ്കിൽ എൽസ് ബി ഈസ് നോട്ട് ലോ. അതുപോലെ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഹൈ ദെൻ ക്ലൈമറ്റ് ഈസ് ഹോട്ട്. ഓക്കെ, അങ്ങനെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു കണ്ടീഷനും അവിടെ വരുന്നില്ല. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഗോ ടു സം, സ്റ്റോപ്പ്, ഡിവൈഡ് ബൈ എ, ടേൺ ദി പ്രഷർ ലോ. ഓക്കെ, ഒരു കണ്ടീഷനും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി വരുന്നത് ഡീകമ്പോസിഷൻ ഓഫ് റൂൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ് കോമ്പൗണ്ട് റൂൾ എന്നുള്ളതാണ്. അതായത് കുറേ സിമ്പിൾ റൂൾസ് എല്ലാം തന്നെ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് റൂൾ ഫോം ചെയ്യാണ്. ഓക്കെ, ഇനി ഈ കോമ്പൗണ്ട് റൂളിനെ എന്ത് ചെയ്യാണ്? ഡീകമ്പോസ് ചെയ്യാണ്. അതായത് സിമ്പിൾ കാനോണിക്കൽ റൂളിലേക്ക് അതിനെ ഡീകമ്പോസ് ചെയ്യാണ്. Any compound rule structure may be decomposed and reduced to a number of simple canonical rule forms.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദി റൂൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ നാച്ചുറൽ ലാംഗ്വേജ് റെപ്രസെൻറ്റേഷൻ. ദി ഫോളോയിങ് ആർ ദി മെത്തേഡ്സ് യൂസ് ഫോർ ഡീകമ്പോസിഷൻ ഓഫ് കോമ്പൗണ്ട് ലിംഗ്വിസ്റ്റിക് റൂൾസ് ഇൻ ടു സിമ്പിൾ കാനോണിക്കൽ റൂൾസ്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് റൂൾസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ലിംഗ്വിസ്റ്റിക് റൂൾസിനെ സിമ്പിൾ കാനോണിക്കൽ റൂൾസിലേക്ക് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യാണ്, ഓക്കെ, റെഡ്യൂസ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡ് മൾട്ടിപ്പിൾ കൺജങ്ക്റ്റീവ് ആൻറ്റിസിഡൻസ് ആണ്. ആ ഒരു മെത്തേഡിന്റെ ആ ഒരു പേരിൽ തന്നെയുണ്ട്, രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, കൺജങ്ക്റ്റീവ് അതുപോലെ മൾട്ടിപ്പിൾ ആൻറ്റിസിഡൻസ്. അപ്പോൾ ഇഫ് എക്സ് ഈസ് a1 a2 a3 up to an then y ഈസ് bm. ഓക്കെ, അപ്പോൾ ആ ആൻറ്റിസിഡൻസിന്റെ ആ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആൻറ്റിസിഡൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ എന്താ പറഞ്ഞത്, എക്സ് ഈസ് എ, ഇഫ് എക്സ് ഈസ് എ ദെൻ വൈ ഈസ് ബി അല്ലെ. എക്സ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ആ സെറ്റിൽ ഒരു എലമെന്റ് ആണ്, വൈ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ ആൻറ്റിസിഡന്റ് ആ പാർട്ടിൽ മൾട്ടിപ്പിൾ ആൻറ്റിസിഡൻസ് ആണ് വരുന്നത് അല്ലെ, a1 a2 up to a എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ assume a new fuzzy set am is defined as, നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ കൺജങ്ക്റ്റീവ് ആൻറ്റിസിഡൻസ് അല്ലെ. ആ കൺജങ്ക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺജങ്ക്റ്റീവ് ലോജിക്കൽ ഓപ്പറേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കൺജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ആൻഡ് ഓപ്പറേഷൻ, അതായത് ഇന്റർസെക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എ എം ഈക്വൽ ടു a1 ഇന്റർസെക്ഷൻ a2 ഇന്റർസെക്ഷൻ അപ് ടു an എഴുതി. ഓക്കെ, ഇനി അതുപോലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്റർസെക്ഷൻ ആണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ എങ്ങനെയാ ചെയ്യുക, അതായത് മിനിമം ആണ് എടുക്കേണ്ടത് അല്ലെ. അതായത് പ്രപ്പോസിഷൻസിന്റെ ട്രൂത്ത് വാല്യൂസ്, പ്രപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ 0 1 എന്നുള്ള റേഞ്ചിലെ ഏത് വാല്യൂസ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ട്രൂത്ത് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർസെക്ഷൻ ആണ് അവിടെ ലോജിക്കൽ ഓപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിമം ആണ്, ട്രൂത്ത് വാല്യൂസിന്റെ മിനിമം ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യേണ്ടത്, മിനിമം ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഓരോന്നിന്റെയും ഓക്കെ, ഓരോ ആൻറ്റിസിഡൻസിന്റെയും മെമ്പർഷിപ്പ് ഫംഗ്ഷന്റെ മിനിമം ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, and expressed by means of membership function. Okay, in view of fuzzy intersection operation, the compound rule may be rewritten as, അതായത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കി ഇതിനെ മാറ്റി എഴുതി. Okay, if am then bm. Okay, if am then bm. Okay, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിസ്ജങ്ക്റ്റീവ് ആൻറ്റിസിഡൻസ് ആണ്. അപ്പോൾ ഡിസ്ജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇവിടെ ഫസി യൂണിയൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്ജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഓർ ഓപ്പറേഷൻ ആണ് അല്ലെ. അതായത് എക്സ് എന്ന് പറയുന്നത് a1 ആവാം, a2 ആവാം, a3 ആവാം, ഓക്കെ, ഏത് വേണമെങ്കിലും ആവാം അപ് ടു an. ഓക്കെ, ഇഫ് എക്സ് ഈസ് a1 ഓർ എക്സ് ഈസ് a2 ഓർ എക്സ് ഈസ് a3 ഓർ ടു എക്സ് ഈസ് an, അങ്ങനെയാണെങ്കിൽ then y ഈസ് bn. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം അത്, ഇഫ് എക്സ് ഈസ് an then y ഈസ് bn. ഓക്കെ, അപ്പോൾ വെർ ദി ഫസി സെറ്റ് am ഈസ് ഡിഫൈൻഡ് ആസ്, നേരത്തെ പോലെ തന്നെ അവിടെയാണെങ്കിൽ ഇന്റർസെക്ഷൻ ആണ്, ഇവിടെ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ am ഈക്വൽ ടു a1 യൂണിയൻ a2 യൂണിയൻ a3 യൂണിയൻ അപ് ടു an വന്നു. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു, മിനിമം ആണ് എടുത്തിരുന്നത് അല്ലെ. കൺജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ മിനിമം ആണ്. അപ്പോൾ ഡിസ്ജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മാക്സിമം ആണ് എടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എടുക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ആൻസിഡൻസിന്റെയും അതായത് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ നോക്കിയിട്ട് അതിന്റെ മാക്സിമം ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫസി യൂണിയൻ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ എൽസ് ആൻഡ് അൺലെസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്, ഇഫ് a1 then b1 else b2. ഓക്കെ, അതായത് a1 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്, b1 ഉണ്ട് b2 ഉണ്ട്. a1 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ b1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. a1 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ b2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ നോക്കാം. അതായത് ഓർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇഫ് a1 then b1 ഓർ ഇഫ് നോട്ട് a1, അതായത് കണ്ടീഷൻ അവിടെ ട്രൂ അല്ലെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് b2 ആണ് വരുന്നത്, then b2. ഇനി വരുന്നൊരു അൺലെസിന്റെ കേസാണ്. ഓക്കെ, അത് എക്സാമിന് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ ഓറിന്റെ കേസ് മാത്രം നന്നായിട്ട് നോക്കുക. ഓക്കെ, ഇഫ് a1 then b1 unless a2, അതായത് ഇവിടെ a2 പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രൂ അല്ലാത്ത കേസ്, കണ്ടീഷൻ ട്രൂ അല്ലാത്ത കേസ്. ഓക്കെ, അതുപോലെ ഇങ്ങനെയും ഡീകമ്പോസ് ചെയ്യാം, ഇഫ് a1
then B1 or if A2 then not B1. അതായത് കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ അവിടെ B1 ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് അല്ല, B2 ആണ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത് അല്ലെ. അതാണ് പറയുന്നത് if A1 then B1 else if A2 then B2. ഓക്കെ, അപ്പൊ ആ അൺലെസിന്റെ കേസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. മെയിൻ ആയിട്ട് ആ ഓറിന്റെ കേസാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നെസ്റ്റഡ് ഇഫ് ദെൻ റൂൾസ് ആണ്. അതായത് if A1 then if A2 then B1 അല്ലെ. അതായത് ഒരു നെസ്റ്റഡ് ഇഫ് ദെൻ റൂൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മാറ്റാൻ പറ്റുക? അതായത് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതായത് if A1 and A2 then B1 അല്ലെ. അതായത് A1 ഉം A2 എന്ന് പറയുന്ന ആ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ B1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കൺക്ലൂഷൻ ആവും അല്ലെ. if A1 and A2 then B1. Okay, thus based on all the above mentioned methods, compound rules can be decomposed into series of canonical symbol rules. ഇനി നെക്സ്റ്റ് വരുന്നത് അഗ്രിഗേഷൻ ഓഫ് റൂൾസ് ആണ്. ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒന്നിലധികം റൂൾസ് വരുന്നുണ്ട് അല്ലെ, ഇൻവോൾവ്സ് മോർ ദാൻ വൺ റൂൾ. അപ്പോൾ എന്താണ് ഈ ഒരു അഗ്രിഗേഷൻ ഓഫ് റൂൾസ് എന്ന് പറഞ്ഞാൽ? അതായത് ഓരോ ഇൻഡിവിജ്വൽ റൂൾസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കൺസീക്വൻസ് വരുന്നുണ്ട് അല്ലെ. അതായത് കൺസീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺക്ലൂഷൻ. if x is a then y is b അല്ലെ. ആ y is b എന്ന് പറയുന്നതാണ് ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓരോ റൂളിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്? കൺക്ലൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ കൺക്ലൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അഗ്രിഗേഷൻ ഓഫ് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രിഗേഷൻ ഓഫ് റൂൾസ് ഈസ് ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് the overall consequence from the individual consequence provided by each rule. So the following two methods are used for aggregation of fuzzy rules. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി വരുന്നത് കൺജങ്ക്റ്റീവ് സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. അപ്പോൾ കൺജങ്ക്റ്റീവ് സിസ്റ്റം ഓഫ് റൂൾസ് ആ ഒരു നെയിമിൽ തന്നെയുണ്ട് മെത്തേഡിന്റെ. അതായത് ആൻഡ് കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ റൂൾസും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, for a system of rules to be jointly satisfied, the rules are connected by and connectives. അപ്പോഴത്തെ അഗ്രിഗേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ആണ്. എങ്ങനെയാണ് അഗ്രിഗേറ്റഡ് ഔട്ട്പുട്ട് y ഡിറ്റർമിൻ ചെയ്യുന്നത്? അതായത് ഫസി ഇന്റർസെക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ബൈ ദി ഫസി ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ റൂൾ കൺസീക്വൻസ്. അതാണ് yi. അതായത് i എന്ന് പറയുന്നത് 1 to n ആണ്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു ഇവിടെ എങ്ങനെയാണ്? ആൻഡ് കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ റൂൾസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. y ഈക്വൽ ടു y1 ആൻഡ് y2 ആൻഡ് അപ് ടു yn. അതായത് ഇന്റർസെക്ഷൻ ആണ് അല്ലെ. y ഈക്വൽ ടു y1 ഇന്റർസെക്ഷൻ y2 ഇന്റർസെക്ഷൻ അങ്ങനെ അപ് ടു yn. സോ ദിസ് അഗ്രിഗേറ്റഡ് ഔട്ട്പുട്ട് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ. അതാണ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് y ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ഫസി ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ഇവിടെ മിനിമം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഓരോ ഇൻഡിവിജ്വൽ റൂൾ കൺസീക്വൻസിന്റെയും അതായത് y1 y2 അപ് ടു yn മെമ്പർഷിപ്പ് ഫംഗ്ഷൻ കാണണം. എന്നിട്ട് അതിന്റെ മിനിമം ആണ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്രിഗേറ്റഡ് ഔട്ട്പുട്ട് yയുടെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ജങ്ക്റ്റീവ് സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. അവിടെ റൂൾസ് എല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഫസി യൂണിയൻ ഓപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് ദി സാറ്റിസ്ഫിക്കേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ റൂൾ ഈസ് റിക്വയർഡ്. കാരണം എന്താ? അതായത് ഓർ ആണ് പെർഫോം ചെയ്യേണ്ടത് അല്ലെ. ദി റൂൾസ് ആർ കണക്റ്റഡ് ബൈ ഓർ കണക്റ്റീവ്സ്. ഹിയർ ദി ഫസി യൂണിയൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ റൂൾ കോൺട്രിബ്യൂഷൻ ഡിറ്റർമിൻ ദി അഗ്രിഗേഷൻ ഔട്ട്പുട്ട് ആസ്. അതായത് y എന്ന് പറയുന്നത് y1 ആയിരിക്കാം, ഓർ y2 ആയിരിക്കാം, ഓർ y3 ആയിരിക്കാം അല്ലെ, ഓർ yn. ഓക്കെ, അപ്പൊ ഇവിടെ യൂണിയൻ ആണ് പെർഫോം ചെയ്യണത്. അപ്പോൾ യൂണിയൻ ആണെങ്കിൽ അതായത് ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കൺജങ്ക്റ്റീവ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആണ്, ആൻഡ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആണെങ്കിൽ നമുക്ക് മിനിമം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഡിസ്ജങ്ക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? ഓർ ആണ് വരുന്നത്, കണക്റ്റീവ്സ് ഓർ ആണ്. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ് വരുന്നത്. അപ്പൊ യൂണിയൻ ആണെങ്കിൽ അവിടെ മാക്സിമം ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ദി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റഡ് ഫംഗ്ഷൻ y റിസൾട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്? ഓരോന്നിന്റെയും അതായത് ഇൻഡിവിജ്വൽ കൺസീക്വൻസ് റൂൾസ് അല്ലെ. അതായത് y1 y2 അപ് ടു yന്റെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ കണ്ടിട്ട് അതിന്റെ മാക്സിമം എടുക്കണം. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് ഈ ഒരു അഗ്രിഗേറ്റഡ് ഔട്ട്പുട്ട് yയുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ,
ഇനി വരുന്നത് ഫസി ഇൻഫറൻസ് സിസ്റ്റം ആണ്. എന്തിനാണ് ഫസി ഇൻഫറൻസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഫസി ഇൻഫറൻസ് സിസ്റ്റം. അപ്പോൾ ഫസി റൂൾ ബേസ്ഡ് സിസ്റ്റം, ഫസി മോഡൽസ്, അതുപോലെ ഫസി എക്സ്പേർട്ട് സിസ്റ്റം, ഇതെല്ലാം ഇൻഫറൻസ് സിസ്റ്റംസ് ആണ്. ഓക്കെ, ദി കീ യൂണിറ്റ് ഓഫ് ഫസി ലോജിക് സിസ്റ്റം ഈസ് ഫസി ഇൻഫറൻസ് സിസ്റ്റം. സോ ദി പ്രൈമറി വർക്ക് ഓഫ് ദി സിസ്റ്റം ഈസ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ നേരത്തെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് വരുന്നത് ഈ ഒരു സിസ്റ്റത്തിലെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസി ഇൻഫറൻസ് യൂസസ് ഇഫ് ദെൻ റൂൾസ് അലോങ് വിത്ത് കണക്ടേഴ്സ്, അതായത് ഓർ ആൻഡ്, ഫോർ മേക്കിംഗ് നെസസറി ഡിസിഷൻ റൂൾസ്. ഈ ഒരു ഫസി ഇൻഫറൻസ് സിസ്റ്റത്തിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫസി ആയിരിക്കാം അല്ലെങ്കിൽ ക്രിസ്പ് ആയിരിക്കാം. ഫസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഒരു അപ്രോക്സിമേറ്റ് ആണ് അല്ലെ? ക്രിസ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും, ഒന്നെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഒന്നും ഇല്ല അവിടെ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബട്ട് ദി ഔട്ട്പുട്ട് ഫ്രം ഫസി ഇൻഫറൻസ് സിസ്റ്റം ഈസ് ഓൾവേസ് ആൻ ഫസി സെറ്റ്. ഇനി when fuzzy inference system is used as a controller, it is necessary to have crisp output. Crisp output ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വേണ്ടെങ്കിൽ അവിടെ ഒരു ഡീഫസിഫിക്കേഷൻ യൂണിറ്റ് വരുന്നുണ്ട്. Hence, there should be an defuzzification unit for converting fuzzy variables into crisp variable along fuzzy inference system. Okay, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Construction and working principle of fuzzy inference system. അപ്പോൾ ഇവിടെ 5 functional blocks ആണ് വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ കാണാം ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട് അല്ലേ? നോളജ് ബേസിൽ തന്നെ റൂൾ ബേസ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ റൂൾ ബേസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് അവിടെ? അതായത് ഇഫ് ദെൻ റൂൾസ് ആണ് വരുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതായത് ഫസി സെറ്റ്, അതുപോലെ തന്നെ ഫസി റൂൾസ് വേണ്ട മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റാബേസിൽ വെച്ചിട്ടാണ്. ഇനി ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ റൂൾസ് കിട്ടി അല്ലേ? ഇനി റൂൾസിന് മേലുള്ള ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ് ഉണ്ട്, ഡീഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അതായത് ഫസി ക്വാണ്ടിറ്റീസിനെ ക്രിസ്പ് ക്വാണ്ടിറ്റീസിനെ ഫസി ക്വാണ്ടിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ആണ് ഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ്. അതുപോലെ ഡീഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ഫസി ക്വാണ്ടിറ്റീസിനെ ക്രിസ്പ് ക്വാണ്ടിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഡീഫസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂൾ ബേസ് എന്ന് പറയുമ്പോൾ ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് ഫസി ഇഫ് ദെൻ റൂൾസ്. അതുപോലെ ഡാറ്റാബേസ് എന്ന് പറയുമ്പോഴോ ഫസി സെറ്റ്, അതുപോലെ ഫസി റൂൾസിന്റെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ്സ് ദാറ്റ് പെർഫോം ഓപ്പറേഷൻസ് ഓൺ ദി റൂൾസ്. ഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ് ദാറ്റ് കൺവേർട്ട് ദി ക്രിസ്പ് ക്വാണ്ടിറ്റീസ് ഇൻ ടു ഫസി ക്വാണ്ടിറ്റീസ്. അതുപോലെ ഡീഫസിഫിക്കേഷൻ ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് കൺവേർട്ട് ദി ഫസി ക്വാണ്ടിറ്റീസ് ഇൻ ടു ക്രിസ്പ് ക്വാണ്ടിറ്റീസ്. ഇനി വരുന്നത് വർക്കിംഗ് മെത്തഡോളജി ഓഫ് ഫസി ഇൻഫറൻസ് സിസ്റ്റം ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫസിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ ക്രിസ്പ് ഇൻപുട്ടിനെ ഫസി ഇൻപുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈറ്റിന്റെ കേസിന് എടുക്കുക. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിസ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫസി ഇൻപുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ആ ഒരു വാല്യൂ വെച്ചിട്ട് ടോൾ ആയിരിക്കാം, അല്ലെങ്കിൽ മീഡിയം ആയിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസി എന്ന് പറയുമ്പോൾ. ഓക്കെ, ക്രിസ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായുള്ള വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ആ ഒരു വാല്യൂ വെച്ചിട്ട് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ടോൾ ആണോ, മീഡിയം ആണോ, ഷോർട്ട് ആണോ. ഓക്കെ, സോ വേരിയസ് ഫസിഫിക്കേഷൻ മെത്തേഡ്സ് ആർ എംപ്ലോയ്ഡ് ഫോർ ദീസ്. അപ്പോൾ അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ കേസ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ടെമ്പറേച്ചർ ആയിട്ട് ഇപ്പോൾ ഒരു 180 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് ടെമ്പറേച്ചർ വരുന്നത്? ഹോട്ട് ആണോ അല്ലയോ? ഓക്കെ, അപ്പോൾ ഫസി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത്. ഇനി ആഫ്റ്റർ ദിസ് പ്രോസസ് റൂൾ ബേസ് ഈസ് ഫോം. ഓക്കെ, നമ്മൾ നേരത്തെ കുറേ റൂൾസിന്റെ കേസ് പറഞ്ഞു അല്ലേ? അതായത് ഓർ ആൻഡ് കണക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ റൂൾസ് എല്ലാം ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ കണ്ടു നോളേജ് ബേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ തന്നെ റൂൾ ബേസ് അതുപോലെ ഡാറ്റാബേസ് ഉണ്ട്. അതായത് ഡാറ്റാബേസിൽ എങ്ങനെയാണ് വരുന്നത്? ഡിഗ്രി ഓഫ് മെമ്പർഷിപ്പ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഓരോ റൂൾസിന്റെയും ഡിഗ്രി ഓഫ് മെമ്പർഷിപ്പ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഡീഫസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു നോളജ് ബേസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റൂൾസിലെല്ലാം തന്നെ എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത് എന്താണ്. ഇപ്പോൾ ടെമ്പറേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഹോട്ട് ആണോ അല്ലയോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ആ ഒരു ഡിഗ്രി കിട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡീഫസിഫിക്കേഷനിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അതായത് ക്രിസ്പ് ഔട്ട്പുട്ട് ആണ് finally produce ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി ഡീഫസിഫിക്കേഷൻ പ്രോസസ് carried out to produce an crisp output. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ഒക്കെ ആയിട്ട് നമുക്ക്
അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Mainly, the fuzzy rules are formed in the rule base and suitable decisions are made in decision making unit. Okay. ഇനി there are two important types of fuzzy inference system. ഫസ്റ്റ് വരുന്നത് മംദാനി fuzzy inference system ആണ്. പിന്നെ വരുന്നത് സുഗിനോ fuzzy inference system ആണ്. ഓക്കെ, മംദാനി അതുപോലെ തന്നെ സുഗിനോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The difference between the two models lies in the consequence of fuzzy rules. അതായത് ഇപ്പോൾ മംദാനി fuzzy inference system ആണെങ്കിൽ അവിടെ fuzzy set ആണ് യൂസ് ചെയ്യുന്നത് റൂൾ ആയിട്ട്. ഓക്കെ, fuzzy set are used as a rule consequence in മംദാനി fuzzy inference system. ഇനി സുഗിനോ മെത്തേഡ് ആണെങ്കിൽ അവിടെ ലീനിയർ ഫംഗ്ഷൻ, ഓക്കെ, ഇൻപുട്ട് വേരിയബിൾസിന്റെ ലീനിയർ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ലീനിയർ ഫംഗ്ഷൻസ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് എ റൂൾ കൺസിക്വൻസ് ഇൻ സുഗിനോസ് മെത്തേഡ്. ഓക്കെ, Mamdani's rule find a greater acceptance in all universal approximators than Sugino model. Okay, അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഡീപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.